ഹലോ, ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതുമായ ബീറ്റ്റൂട്ടും ഉരുളൻകിഴങ്ങും കൂടെ ഉള്ള ഒരു മെഴുക്കുവരട്ടി ആക്കിയാൽ അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 ബീറ്റ്റൂട്ട്, 4 ഉരുളൻകിഴങ്ങ്, 4 പച്ചമുളക്, 2 തണ്ട് കരിയാപ്പില, ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി എടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് ഒരു പാത്രം അടപ്പത്ത് വെച്ച് അന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് കുക്കിംഗ് ഓയിലാണെന്ന് വെച്ചാൽ അത് ഒഴിച്ച് കൊടുത്താൽ മതി. ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ബീറ്റ്റൂട്ട് അരിഞ്ഞതും പച്ചമുളകും കരിയാപ്പിലയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാല ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ആ ഫ്ലേവർ ഇഷ്ടമില്ല എങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത്. ഈ എണ്ണയിൽ കിടന്ന് തന്നെ ഇത് മൂക്കണം. അതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടി. ഹൈ ഫ്ലെയിമിലിട്ടാൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം എണ്ണയിൽ കിടന്ന് തന്നെ അത് മൂക്കത്തക്ക രീതിയിൽ മീഡിയം ഫ്ലെയിം ആക്കി നമുക്കതൊരു പകുതി വേവാകുന്നിടം വരെ ഒന്ന് അടച്ചു വയ്ക്കാം. അത് പകുതി വേവാകുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് കൂടെ ഇട്ട് കൊടുക്കാം. ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുത്ത് നമുക്കത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ ആദ്യമേ ഉപ്പും മസാലപ്പൊടികളും എല്ലാം ഇട്ട് കൊടുത്തതാണ്. ഇതിൻ്റെ കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, അഥവാ നിങ്ങൾക്ക് എരിവും വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടിയും പച്ചമുളകും മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. ഇതിന് എരിവ് ആവശ്യത്തിന് കാണും. നിങ്ങളുടെ ആവശ്യാനുസരണം ഉപ്പും എല്ലാം ചേർത്ത് കൊടുത്ത് അതൊന്ന് വേവിച്ചെടുക്കുക. ഒന്ന് വേവിച്ച് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ബാക്കി പച്ചമുളകും കരിയാപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതൊരു 2 മിനിറ്റും കൂടെ അടച്ചു വയ്ക്കാം. അതിൻ്റെ കളറൊക്കെ മാറുന്നതിന് മുമ്പേ നല്ലപോലെ ഒന്ന് വഴട്ടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഞാനിത് ഇവിടെ ഈ പരുവത്തിലാണ് അത് വഴട്ടി എടുത്തിരിക്കുന്നത്. ഇത് കൂടുതൽ മൂപ്പിക്കണമെങ്കിൽ നിങ്ങൾക്കത് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. ഇനിയും ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനും വെറുതെ കഴിക്കാനും നല്ലൊരു ഐറ്റമാണ്. നിങ്ങളിത് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.